ഇറാന്റെ തിരിച്ചടിയിൽ അമേരിക്കയുടെ 8 സൈനിക ബേസുകൾ തകർന്നതായി ഇറാൻ പ്രഖ്യാപിക്കുകയും ഏറെക്കുറെ അമേരിക്ക അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. തിരിച്ചടി ഭയാനകരമായിരുന്നു എന്നുള്ളതും ഇതുവരെ ഉപയോഗിക്കാത്ത ആയുധങ്ങൾ ഇറാൻ നിലവിലെ സാഹചര്യത്തിൽ ഉപയോഗിച്ചിരുന്നു എന്നതിനാൽ വളരെ പെട്ടെന്നുള്ള പ്രതിരോധം അമേരിക്കൻ സൈനികർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇർന അടക്കമുള്ള ഇറാനിയൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനോടനുബന്ധിച്ച് തന്നെ റഷ്യയുടെയും ചൈനയുടെയും പത്രങ്ങൾ ഇത് സ്ഥിരീകരിച്ചു. അറേബ്യൻ പത്രങ്ങൾ ഏറ്റവും ഒടുവിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ സാധ്യത ഇങ്ങനെ തന്നെയാണ് എന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങളും സ്ഥിരീകരണ റിപ്പോർട്ട് തന്നെയാണ് പുറത്തുവിട്ടത്. പറയുന്ന കാര്യം, രണ്ടാമത്തെ കപ്പലിനെ ഇറാൻ ആക്രമിച്ച സമയത്ത് അതിശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ ഇറാന് നേരെ അമേരിക്ക നടത്തുകയും സൈനിക ബേസും മിസൈൽ നിർമ്മിത മേഖലയും മിസൈൽ ഉപയോഗിക്കുന്ന മേഖലയും ആക്രമിക്കുകയും ചെയ്തു. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അവരുടെ തീജ്വാലകളൊന്നും ഇപ്പോൾ അടുത്തൊന്നും കെടാൻ പോകുന്നില്ല എന്നുള്ളതായിരുന്നു ട്രൂത്ത് സോഷ്യലിലൂടെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കളിയാക്കിക്കൊണ്ട് റിപ്പോർട്ടാക്കിയിട്ട് എഴുതിയത്. അത് എഴുതി വല്ലാതൊന്നും വൈകുന്നതിന് മുമ്പേ ഇറാൻ്റെ തിരിച്ചടി ആരംഭിച്ചു. ഇറാൻ്റെ തിരിച്ചടി ഭയാനകരമാണ് എന്ന റിപ്പോർട്ട് അമേരിക്കയുടെ സൈനികർ ട്രംപിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു എന്നു കാണാൻ വേണ്ടി സാധിക്കുന്നു. 8 അമേരിക്കയുടെ സൈനിക ബേസിന് ഒരേ സമയത്ത് വ്യത്യസ്ത തരത്തിലുള്ള ആക്രമണമാണ് നടത്തിയത്. അവരുടെ ആക്രമണത്തിന് മുൻപിൽ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ നോക്കുകുത്തിയായി നിൽക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ വന്ന സമയത്ത് താൽക്കാലികമായിട്ട് ഈ ആക്രമണം അവസാനിപ്പിച്ചു എന്നുള്ളതും നമുക്കൊരു ചർച്ചയാവാം എന്നുള്ളിടത്തേക്ക് ട്രംപ് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ നാളെ ഖത്തറിൽ വെച്ച് ഒരു തുടർ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അത് അമേരിക്കയിൽ നിന്നാണ് ആദ്യത്തെ പ്രസ്താവന പുറത്തു വന്നത്. പിന്നീട് പാകിസ്ഥാനും ഖത്തറും വഴി ഇറാനെ ആ വിവരം അറിയിച്ചു. ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് കൃത്യമായ രീതിയിൽ അംഗീകരിക്കുന്ന സ്ഥിതി വരികയാണെങ്കിൽ തങ്ങൾക്കതിന് വിരോധമില്ല എന്ന് പറഞ്ഞു അതിന് അംഗീകാരം നൽകി. അങ്ങനെ ഖത്തറിൽ വെച്ച് ഏറെക്കുറെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിനുള്ള സൈനിക ബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. എങ്കിലും സമാധാന ശ്രമത്തിന് വേണ്ടിയിട്ട് തങ്ങൾ ശ്രമിക്കുകയാണ് എന്നാണ് ഖത്തർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അങ്ങനെ പല മേഖലയിലും പല കേന്ദ്രങ്ങളും കറങ്ങി തിരിഞ്ഞു മറിഞ്ഞ് പാകിസ്ഥാൻ വഴിയിലൂടെ പോയി ഒമാൻ വഴി ഖത്തറിലാണ് ഇപ്പോൾ സമാധാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവസാനം ഒത്തുകൂടാൻ വേണ്ടി തീരുമാനിച്ചത്. ഖത്തറിലേക്ക് ഇന്നത്തെ രാത്രി തന്നെ ഇറാൻ്റെ ബന്ധപ്പെട്ടവർ, അത് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചിയാണ് എന്നുള്ള ഒരു പരാമർശം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അദ്ദേഹം അടക്കമുള്ളൊരു സംഘം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പിൽ യാതൊരു അക്രമവും ഉണ്ടാവുന്നില്ല എന്നുള്ളത് വലിയ രീതിയിൽ പ്രശംസനീയപരമാണ്, അല്ലെങ്കിൽ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്നാൽ ഈ ഒരു ഘട്ടത്തിലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് അക്രമം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് IRGC വലിയ സന്നാഹങ്ങൾ നടത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. അതോടനുബന്ധിച്ച് നിലവിലെ ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കുന്ന മുജ്തബ അലി ഖംനായി ട്രംപിനെയും നെതന്യാഹുവിനെയും വിചാരണ ചെയ്യണം, യുദ്ധക്കുറ്റങ്ങൾക്ക് വേണ്ടി വിചാരണ ചെയ്യണം എന്നുള്ളൊരു പ്രസ്താവന പുറപ്പെടുവിക്കുകയും UN ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമീപിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. ലോകത്ത് സമാധാനം കെടുത്തുന്നതും സാമ്പത്തിക മേഖല തകർക്കുന്നതും എല്ലാവിധ നാശനഷ്ടങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്നതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് എന്നതിനാൽ യുദ്ധക്കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് വിചാരണ ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത UN ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇറാൻ്റെ പ്രതിനിധി സമർപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. നമുക്ക് നോക്കാം ഏതൊക്കെ ബേസുകളാണ് ഇറാൻ ആക്രമിച്ച് തകർത്തത്, അല്ലെങ്കിൽ ഇറാൻ്റെ ഈ ആക്രമണം കൊണ്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതിൻ്റെ റിപ്പോർട്ടിൽ ഏതൊക്കെ സൈനിക ബേസിൻ്റെ പേര് വന്നിട്ടുണ്ട് എന്ന് നോക്കാം. ഒന്ന്, അത് അലി അൽ സലാം എയർബേസ്, അത് കുവൈറ്റിലാണ്, അമേരിക്കയുടെ സൈനിക ബേസായിട്ടാണ് അറിയപ്പെടുന്നത്. നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി ബഹ്റൈൻ, അത് ബഹ്റൈനിലാണ്. 5th ഫ്ലീറ്റുമായിട്ട് ബന്ധപ്പെട്ട എയർബേസാണ് ബഹ്റൈനിൽ പ്രവർത്തിക്കുന്നത്. മൂന്നാമത്തത് അഹമ്മദ് അൽ ജബാർ എയർലൈൻസ്, അത് കുവൈറ്റിലാണ്. നാലാമത് ക്യാമ്പ് ആരിഫാൻ, കുവൈറ്റിലാണ്. ഷെയ്ഖ് ഇസ എയർബേസ് ബഹ്റൈനിലാണ്. ക്യാമ്പ് ബുഹറിൻ, അത് കുവൈറ്റിലാണ്. 6 എണ്ണത്തിൻ്റെ അത് പ്രസിദ്ധീകരിക്കുകയും 2 എണ്ണത്തിൻ്റെത്
അവർ പറയാതിരിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് പറയാതിരുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. എന്നാൽ 8 ഇറാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് എടുത്ത് 8 6 മാത്രമേ കിട്ടിയിട്ടു, 2 കിട്ടിയിട്ടില്ല. ഈ മേഖല അപ്പാടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണത്തിൻ്റെ പെരുമയ ഇങ്ങോട്ട് വന്നതോട് കൂടിയിട്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലക്കക്കളി ഇല്ലാതെയായി. അപ്പോൾ പിന്നെന്തായി, വിഷയങ്ങൾ പരിഹരിച്ചിട്ടില്ലെങ്കിൽ വലിയ നാശങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയും ഈ ഹോർമുസിൻ്റെ പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം തങ്ങളുടെ കൈവശത്തിലാണെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി ഏതെങ്കിലും തരത്തിൽ കുരുട്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും മേഖലയിലൂടെ പോകാൻ വേണ്ടി ശ്രമിച്ചാൽ തങ്ങളത് തകർത്ത് കളയും എന്നുള്ളതാണ്. ആക്രമിക്കുമെന്നല്ല ഇപ്പോൾ പറയുന്നത്, തകർത്ത് കളയും അല്ലെങ്കിൽ കത്തിച്ച് കളയും എന്ന തരത്തിലാണ്. നിലക്കാത്ത രീതിയിലുള്ള ആക്രമണത്തിൻ്റെ പെരുമയ്ക്ക് മുമ്പിൽ തകർന്നു പോകാൻ മാത്രമേ നിങ്ങളുള്ളൂ. അത് അമേരിക്കയോടാണ് പറയുന്നത്, നിങ്ങൾ പറഞ്ഞേക്കുന്ന കപ്പലുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ തരത്തിൽ തങ്ങൾ അതിന് തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു എന്ന് പറയും. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിട്ടേ ഇല്ല. ബഹ്റൈനോട് ഒരു പുതിയ ഭീഷണി സ്വരത്തിൽ ഇറാൻ ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: പരിമിതമായിരിക്കുന്ന സംവിധാനം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രാജ്യമാണ്, ചെറിയ സൈനിക സംവിധാനമേ ഉള്ളൂ, ചെറിയ പ്രതിരോധ സംവിധാനമേ ഉള്ളൂ. അതിനപ്പുറം നിങ്ങൾ എന്തെങ്കിലും കളികൾ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടികൾ ഭയാനകരമാണ്, നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കാത്തതാണ് എന്ന് ചുരുക്കം. അത് പറയാനുള്ള കാരണം അമേരിക്കക്ക് സൈനിക ബേസും സംവിധാനവും ഒരുക്കുകയും ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള അവസര സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ബഹ്റൈൻ ആണ് എന്നുള്ളതാണ് ഇറാൻ പറയാതെ പറയുന്നത്. അതുകൊണ്ടാണ് അവർ മൊത്തത്തിൽ ഉദ്ദേശിച്ചാണ് പറയുന്നത്, നിങ്ങളുടെയൊക്കെ പരിമിതമാണ്, ഞങ്ങൾക്ക് പരിധികളില്ല, ഞങ്ങൾ വലിയ രീതിയിൽ ആക്രമണം നടത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഉചിതമല്ല, നിങ്ങളുടെ നാശത്തിനാണ്, നിങ്ങളെ നശിപ്പിച്ചിട്ടേ അവരടങ്ങുകയുള്ളൂ എന്നുള്ള കാര്യം പറയുകയും അവിടെ നിന്ന് നിങ്ങളുടെ സൈനിക ബേസിൽ നിന്ന് അമേരിക്ക പുറത്താവാത്തിടത്തോളം കാലം അതിൻ്റേതായിരിക്കുന്ന പ്രയാസം നിങ്ങൾക്കുണ്ടാകും എന്നുകൂടി ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ആക്രമണ രീതി കാര്യങ്ങളൊക്കെ ഒമാനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഒമാൻ്റെ ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഒമാൻ പങ്കിടുന്ന മേഖലയിലൂടെയുള്ള കപ്പൽ കടന്നു പോകുന്ന സമയത്ത് അതിനെ ആക്രമിക്കുന്ന രീതി തെറ്റാണ് എന്നാണ് അമേരിക്ക പറഞ്ഞത്. അപ്പോൾ അമേരിക്കയോട് അതിന് ഇറാൻ 2 മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ലംഘിക്കുന്നു എന്നുള്ള നിങ്ങളുടെ പരാമർശത്തിനോടനുബന്ധിച്ച് ആ വിവരങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഇസ്രായേലിനോടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇസ്രായേലിനോട് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, നിങ്ങൾ പറയുന്ന കാര്യം പോലും ധിക്കരിച്ചുകൊണ്ട് ഇസ്രായേൽ സംസാരിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ അത് കേട്ടുകൊണ്ടിരിക്കുന്നത് മണ്ടത്തരമാണ്, അതൊരു വിവരക്കേടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ചോർന്നു വരിക്കുന്നു. ഇസ്രായേലിന് കീഴ്പ്പെടുന്ന ഒരു തരത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നിങ്ങൾക്ക് മുൻപിൽ കീഴടങ്ങുന്ന ഒരു പ്രവണതയും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ള കാര്യം തുറന്നു പറയുക തന്നെ ചെയ്തിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ. അപ്പോൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഖത്തറിൽ വെച്ച് ചർച്ച. അപ്പോൾ അതുവരെ ഇതിലൂടെ കപ്പലിന് പോകാം, അതിൻ്റെ ചുങ്കം ഇറാൻ വാങ്ങും. ഇറാൻ്റെ നിലപാടിന് എതിരായിട്ട് ഏതെങ്കിലും കപ്പൽ നീങ്ങിയാൽ കപ്പൽ തകർക്കുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഇടപെടൽ അമേരിക്ക നടത്തിയാൽ ശേഷിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസുകൾ തങ്ങൾ തീയിടും എന്നാണ് പറഞ്ഞത്, കത്തിച്ച് കരിച്ച് കളയും. റഡാർ ചിത്രത്തിൽ പോലും ഇതെന്താണെന്ന് മനസ്സിലാകാത്ത വിധം മുൻപ് തങ്ങൾ ഇസ്രായേലിലെ ടെലവീവ് കേന്ദ്രീകരിച്ച് കൊണ്ട് നടത്തിയിരിക്കുന്ന ആക്രമണത്തിൻ്റെ തുടർചലനങ്ങളായിരിക്കും നിങ്ങളുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി ഇറാൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോഴത്തെ വിഷയങ്ങൾ കടന്നു പോകുന്നത് എന്നതിനാൽ ഖത്തറിൽ വെച്ചുള്ള ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ഏറെക്കുറെ ഒരു പരിഹാരമുണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നു. കാര്യം കർക്കശമായ രീതിയിലുള്ള ചില നിലപാടുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെതിരെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് പരസ്യപ്പെടുത്തിയിട്ടില്ല. അത് നാളത്തെ ചർച്ചയോട് കൂടി മാത്രമേ പുറത്തു വരൂ എന്നാണ് പറയുന്നത്. അഥവാ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ 100% അത് പാലിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് അമേരിക്ക ഇസ്രായേലിനോട് ഒരു ഭീഷണി സ്വരത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും വിഷയങ്ങളും നിലവിലെ സാഹചര്യത്തിൽ ഉണ്ട്, അത് ലോകം അനുഭവിക്കുന്നുണ്ട്. അതില്ലാതാക്കാനുള്ള കഠിന ശ്രമം തങ്ങൾ നടത്തുന്ന സമയത്ത് നിങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ലെബനാൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അത് നിങ്ങൾക്ക് ആയുധം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാമ്പത്തിക മേഖലയും അത് സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്.
അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ നെതന്യാഹു കേട്ടിരുന്നു എന്നല്ലാതെ മറുപടി ഒന്നും പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പോലും സാധിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ധിക്കാരപരമായ രീതിയിൽ അമേരിക്കയുമായി ഏറ്റുമുട്ടുന്ന സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ നീങ്ങി പോകുന്ന സ്ഥിതിയിലേക്ക് വരും. ഇറാനെ സംബന്ധിച്ച് വളരെ എളുപ്പമായി. അമേരിക്ക ഇല്ലെങ്കിൽ, അഥവാ അമേരിക്ക ഇസ്രായേലിന് പിന്തുണ നൽകുന്നില്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തൂത്തെറിയാൻ ഞങ്ങൾക്ക് വേണ്ടി ആകെയുള്ള സമയം 2 മണിക്കൂർ എന്ന് പല ഘട്ടങ്ങളിലായിട്ട് ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യ രീതികളൊക്കെ നീങ്ങിപ്പോകുന്നത്. നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും പരാജയത്തിൻ്റെയും കണക്കുകൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആഘാതത്തിന് മുമ്പിൽ തകർന്നു പോയിരിക്കുന്ന ഒരു അമേരിക്കയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ടാണ് നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ച വേണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഖത്തറിനോട് പറഞ്ഞിരിക്കുന്ന വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നത്.